ജപ്പാൻകാരനും പറയാനുണ്ട് ഒരു കേരള സ്റ്റോറി. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച ഇദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ മലബാറിലെത്തിയപ്പോൾ മലബാറിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം അതങ്ങ് കൂടെ കൂട്ടി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇത് നോമ്പിൻ്റെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയാലും എന്തൊക്കെ തരം ഫുഡ് കഴിച്ചാലും നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞത് അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. സാധാരണ ഇവിടെ ജപ്പാനിൽ ഇന്ത്യൻ ഷോപ്പുകൾ ഒരുപാട് ഉണ്ടെങ്കിലും അതെല്ലാം നോർത്ത് ഇന്ത്യൻസ് ഫുഡുകളാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ നമ്മുടെ നാട്ടിലെ ഫുഡ്, കേരളത്തിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്പുകളെ കണ്ടിട്ടുള്ളൂ. ഇതിനടുത്ത് നമ്മുടെ ഒരു ഏഷ്യൻ ഷോപ്പുണ്ട്. നമ്മുടെ ഐറ്റംസൊക്കെ, ഇന്ത്യൻ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ അവിടെ കൈമാ റൈസ് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത്, നമ്മൾ കേരളത്തിലാണ്, അവിടെ ആ അരിയാണ് ബിരിയാണിക്ക് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരാണ് ഞങ്ങൾക്ക് ഈ ഒരു കട പറഞ്ഞു തന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ തട്ടുകടയിലെത്തിയപ്പോൾ ഞങ്ങളാകെ വണ്ടടിച്ചിട്ടോ. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതൊരു നമ്മുടെ നാട്ടുകാരനാണ്, പക്ഷെ അത് ജപ്പാൻകാരനാണ്. മാത്രമല്ല അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലത്തെ അതേപോലത്തെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് അയാൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു പേപ്പർ പോലും ഇല്ല ജപ്പാൻ്റെത്. എല്ലാ വർഷവും ഇവിടെ വിൻ്റർ ആവണ സമയത്ത് അദ്ദേഹം നമ്മുടെ നാട്ടിലെത്തും. പാട്ട് പോലും മലയാളത്തിലാണ് കേട്ടോ. അതുപോലെ കലണ്ടറും 3 മതങ്ങളുടെയും ഇത് വെച്ചിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്രെയിം, എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇതായത് എന്താ വെച്ചാൽ, ഇവിടെ എത്ര നല്ല സൗകര്യങ്ങളും എത്ര നല്ല ബോട്ടിലും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇയാൾ അവിടുത്തെ നമ്മളെ എന്താ പറയുക, ഉപ്പും മുളകൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ഡപ്പകളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതുപോലും അയാൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ, നമ്മൾ ഫുഡൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളത്തിലുള്ള പത്രങ്ങളാണ്. അവിടുത്തെ ചെയറും അവിടുത്തെ ബെഞ്ചും എല്ലാം അത് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അയാൾക്ക് എന്തോ ഹരം പിടിച്ചു തോന്നുന്നുണ്ട്. ഇവരുടെ പേര് മൊരി എന്നാണ്, മൊരിസാനാണ്. ആൾക്ക് മലയാളം കുറച്ചൊക്കെ അറിയാം, ചെറിയ ചെറിയ രീതിയിലൊക്കെ സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. കൊഞ്ച് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, നമ്മുടെ നാട്ടിലെ ചെമ്മീൻ ബിരിയാണി. ഫുഡൊക്കെ മാഷാഅല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അതേ രുചിയൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറായാലും തൈരായാലും എല്ലാം നല്ല രുചി, ബിരിയാണി നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നാട്ടിൽ പോണ സമയത്ത് നമ്മുടെ തട്ടുകടയിലൊക്കെ പോവും. എന്നിട്ട് അവിടുന്ന് അതൊക്കെ ചോദിച്ച് പഠിച്ചിട്ടാണ് ആള് ഓരോ റെസിപ്പിയും പിന്നെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോന്ന് പഠിക്കും. അങ്ങനെ ഉണ്ടാവും. ഓംലെറ്റ് ഇഷ്ടപ്പെട്ടെ? ഇവിടെ പാട്ട് വെച്ചതുകൊണ്ട് നമുക്ക് എല്ലാം ഡയറക്റ്റ് ഇതിലേക്ക് ഇടാൻ പറ്റുന്നില്ല, കാരണം സ്ട്രൈക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡൊക്കെ കട്ട് ചെയ്യണതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ്. അതൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് ഒരു ഭയങ്കര അത്ഭുത കാഴ്ച ആയിരിക്കും. കാരണം ഇവിടെ അങ്ങനെ നമ്മൾ കാണാറില്ല കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാതെ തനി കൈ കൊണ്ട് കുക്ക് ചെയ്യണതൊന്നും. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സും ജപ്പാൻകാരന്നെ കേട്ടോ. മലയാളികൾ ഇവിടെ ഭയങ്കര കുറവാണ്. പിന്നെ ഇതൊരു തട്ടുകട ആയതുകൊണ്ട് തന്നെ ആ തട്ടുകട സ്റ്റൈലിൽ തന്നെയാണ് ഇവിടുത്തെ കൈ കഴുകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തണുപ്പ് സമയത്ത്, നല്ല സ്നോ ഉള്ള സമയത്ത് ആണ് ഇയാൾ നാട്ടിൽ പോകല്. ആ സമയത്ത് കട നടത്താൻ പറ്റില്ല, കാരണം ആളുകൾക്ക് വന്നിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. ഇതുള്ളത് ഒരു സ്ട്രെയിൻ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ഉണ്ടാവില്ല, ആഴ്ചയിൽ 3 ദിവസമൊക്കെയാണ് മൂപ്പര് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇത് കണ്ടോ, ഇത് നമ്മുടെ മലയാളം ലിപിൻ്റെ അതേപോലെ ആക്കിയിട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊണ്ടുവന്നു. ഇതേ പരിപാടി പുള്ളി തുടങ്ങിയിട്ട് ഇതേമാതിരി ഇന്ത്യൻ ഫുഡ് തുടങ്ങിയിട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ജാപ്പനീസിൽ പറയുന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സോങ് ഉള്ളത് കൊണ്ട് മ്യൂസിക് വരുമ്പോൾ മാത്രമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ പോയി. അപ്പോൾ ഇന്ത്യയിൽ പോയപ്പം കരിയാണ് പുള്ളിക്ക് ഇഷ്ടം. അങ്ങനെ കേരളത്തിലെത്തി. കേരളത്തിൽ നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് റൈസ് ഉണ്ട്, റൈസുകളൊക്കെ. അങ്ങനെയാണ് പുള്ളിക്ക് കേരളത്തിലെ ഫുഡ് ഇഷ്ടമായി. ലോകത്തിലെ ഏറ്റവും അടിപൊളി സ്ഥലം കേരളം എന്നാണ് പുള്ളി കണ്ടത്. അതിലെ പുള്ളി മലബാറാണ് ഏറ്റവും ഇഷ്ടം. മൊരീസാന് ആദ്യം പോകുന്നത് ഇന്ത്യയിൽ ഡൽഹി,
പിന്നെ മുംബൈ അങ്ങനെയൊക്കെയാണ്. അവിടെയൊക്കെ പോയിട്ടാണ് പിന്നെ നമ്മുടെ കേരളത്തിലെത്തുന്നത്. ചൂടുള്ള സ്ഥലം സെലക്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ കേരളത്തിലെത്തുന്നത്. എത്തിയ നമ്മുടെ ഫുഡുകൾ ഇഷ്ടപ്പെട്ട്, ഫുഡിനെ മാത്രമല്ല നമ്മുടെ അവിടുത്തെ തനിമയും അവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ നഷ്ടപ്പെടാനുള്ളതല്ല നമ്മുടെ നാടിൻ്റെ സ്നേഹവും ഐക്യവും സഹോദര്യവും തനിമയും ഒന്നും. അത് അവിടെ വന്ന് ജീവിച്ച് അനുഭവിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രം അറിയുന്നതാണ്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ മനസ്സും വയറും ഒരുപോലെ നിറക്കുന്നവരാണെന്നാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കണ്ടുമുട്ടിയതിൽ ഞങ്ങൾക്ക് പരസ്പരം ഒരുപാട് സന്തോഷമായി. ഒരിക്കലും അഭിനയമല്ല ജീവിതം, അനുഭവങ്ങളാണ് ജീവിതം എന്ന സത്യം മനസ്സിലാക്കുക. ഹായ് അത്താരെ. താങ്ക് യു.